ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്ക ഇറച്ചി ഉലർത്തിയതാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കക്ക ഇറച്ചിയാണ്. ഞാൻ അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലെ അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഇത് ഒരു 6-7 പ്രാവശ്യത്തോളം നല്ലതായിട്ട് കഴുകിയതിന് ശേഷം അത് ഞെക്കി പിഴിഞ്ഞ് എടുത്തേക്കുന്നതാണ്. ഇതിനകത്ത് തരി പോലും വെള്ളമില്ലാതെ ഞെക്കി പിഴിഞ്ഞ് എടുത്തേക്കുന്നതാണ് ഇത്. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് സവോളയാണ്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 10-15 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 8 പച്ചമുളക് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തിന്റെ അളവ് വേണമെങ്കിൽ കൂട്ടി എടുക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങാക്കൊത്താണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും വേണം. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടത്. അതിനിയും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഞാനിവിടെ അരമുറി തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ ഒരു കളർ മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്നും വഴറ്റാം. ഇത് നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം. കക്ക ഇറച്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കക്ക ഇറച്ചിയിലെ തരി പോലും വെള്ളമില്ല. അതുകൊണ്ട് നമുക്കിത് വേവിക്കുന്നതിന് മുമ്പ് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ കക്ക ഇറച്ചി അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കക്ക ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഈ ഗരം മസാലയിൽ പെരിഞ്ജീരകം കൂടുതലിട്ട് പൊടിച്ചേക്കുന്ന ഗരം മസാലയാണ്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തേക്കുന്ന ഗരം മസാലയാണ്. അത് നമ്മൾ ഏലക്കായും ഗ്രാമ്പും കറുവാപ്പട്ടയും എല്ലാം കൂടി ചേർത്തിട്ട്
പൊടിച്ചെടുത്ത മസാലയാണ്. ഈ മസാലയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. എണ്ണയെല്ലാം ചേർത്തപ്പോൾ ആ മസാലയും ഇതുമെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടി, അതിൻ്റെ ടേസ്റ്റൊക്കെ കക്ക ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്കിത് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സവോള വഴറ്റുമ്പോൾ മാത്രമാണ് ഇതിൽ ഉപ്പ് ഇട്ട് കൊടുത്തത്. ഇതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ കക്ക ഇറച്ചി ഉലർത്തിയത് റെഡിയായി. അതിന് ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.